മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. ഇന്ന് സഭയില് നയപ്രഖ്യാപന പ്രസംഗത്തെ ശക്തമായിട്ട് എതിർത്തുകൊണ്ട് BJP-യുടെ പാർലമെന്ററി പാർട്ടി നേതാവ് BB ഗോപകുമാർ ആഞ്ഞടിച്ചുകൊണ്ടാണ് സഭയിൽ നിന്ന് രംഗത്തെത്തിയത്. വെറും 4 മിനിറ്റ് പ്രസംഗിക്കാൻ BB ഗോപകുമാറിന് സമയം ലഭിച്ചിട്ടുള്ളൂ. ആ 4 മിനിറ്റിൽ വളരെ വ്യക്തമായിട്ട് ദേശീയത ഉയർത്തിപ്പിടിക്കുന്നു, മുസ്ലിം ലീഗിനെ കടന്നാക്രമിക്കുന്നു, മുഖ്യമന്ത്രിയെ കടന്നാക്രമിക്കുന്നു, കേരള ജനതയ്ക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് വാദിക്കുന്നു. ഞാൻ ചെറിയ കുറച്ച് ഭാഗങ്ങൾ ഈ ഒരു വീഡിയോയിൽ മുന്നോട്ട് വെക്കാം. ആദ്യത്തെ ഭാഗം നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. വന്ദേ ഭാരത് സംബന്ധിച്ച് എന്താ വരികളുടെ അർത്ഥം? 2 വരി എന്താ ചെല്ലാൻ പറ്റാത്തത്? 10 കൈകളിൽ ആയുധമേന്തിയ ദുർഗ നീയാണ്, താമരപ്പൂവിൽ വിഹരിക്കുന്ന ലക്ഷ്മി നീയാണ്, വിദ്യ നൽകുന്ന സരസ്വതിയും നീയാണ്, നിന്നെ ഞാൻ വന്ദിക്കുന്നു. ഇത് ഭാരതത്തിന്റെ ആധ്യാത്മിക അടിത്തറയിൽ നിന്നുകൊണ്ട് എഴുതിയതാ. അതിന് ഇവിടെ എവിടെയാണ് വർഗീയതയുള്ളത്? ഭാരതത്തിന്റെ ആധ്യാത്മിക അടിത്തറയ്ക്ക് അതിൻ്റെതായ പ്രത്യേകതകളുണ്ട്. ഇവിടെ അതുപോലെ തന്നെ സാമൂഹ്യ നീതിയോടുകൂടിയ സാമ്പത്തിക വളർച്ച, നീതിപൂർവമല്ലാത്ത വികസനം അസമത്വം സൃഷ്ടിക്കും എന്നൊക്കെ ഇത് നയപ്രഖ്യാപന പ്രസംഗത്തിൽ പറയുന്നുണ്ട്. സ്കൂൾ പ്രവേശനോത്സവം കഴിഞ്ഞ് ഒരു 8ാം ക്ലാസ് വിദ്യാർത്ഥി വീട്ടിൽ ചെന്ന് അമ്മയോട് ചോദിക്കുക, അമ്മ 63 ആണോ വലുത്, 22 ആണോ വലുത്? ഒരു സംശയം. നിലപാടുകളുടെ രാജകുമാരനായ ബഹുമാനായ മുഖ്യമന്ത്രി കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ ഇതിലേതാണ് വലുത് എന്ന് തെളിയിക്കപ്പെടേണ്ട ദിവസങ്ങളാണ് നമ്മുടെ മുന്നിൽ വരുന്നത്. നിങ്ങൾ കേട്ടില്ലേ? വളരെ സുന്ദരമായിട്ട് മുസ്ലിം ലീഗൊക്കെ എതിർക്കുന്ന വന്ദേ മാതരത്തിലെ വരികൾ നമ്മുടെ സഭയിലങ്ങ് ആലപിക്കുക. ഇതൊക്കെ മുസ്ലിം ലീഗൊക്കെ എങ്ങനെയാണ് സഹിക്കുക? ഇതൊന്നും ആലപിക്കാതിരിക്കാനായിരുന്നു BJP-യെ പരമാവധി സകലരും കൂടി ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ട് എതിർത്തിരുന്നത്. ആ എതിർത്തവരൊക്കെ ഇപ്പോ എന്തു പറയുന്നു? രാജ്യത്തിന്റെ പാരമ്പര്യവും സംസ്കാരവും പൈതൃകവും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് BB ഗോപകുമാർ ഈ മുസ്ലിം ലീഗൊക്കെ എതിർക്കുന്ന വരികൾ ചൊല്ലിക്കൊണ്ട് ഇതിലെവിടെയാണ് വർഗീയതയുള്ളത്? ഇതിലെവിടെയാണ് മറ്റു മതങ്ങൾക്കെതിരെ ഒരക്ഷരം പറയുന്നത്? ഇതിലെവിടെയാണ്? ഇവിടെ മതത്തിന്റെ പേരിൽ വർഗീയ പാർട്ടിയായിട്ടുള്ള മുസ്ലിം ലീഗൊക്കെയാണ് ഈ വന്ദേ മാതരത്തെ പോലും എതിർക്കുന്നത്. അത് പൂർണ്ണമായി ആലപിക്കരുത് എന്ന് പറയുന്നത്. ആ വരികൾ ചൊല്ലിക്കൊണ്ട് BB ഗോപകുമാർ കൃത്യമായിട്ട് ചോദ്യമുയർത്തുന്നു, ഇതിൽ എവിടെയാണ് വർഗീയത? ഈ രാജ്യത്തുള്ള എല്ലാ ആളുകൾക്കും, ഈ രാജ്യത്തുള്ള എല്ലാ മതങ്ങളിൽപ്പെട്ട ആളുകൾക്കും വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്തമുണ്ട്. ഈ രാജ്യത്തിന്റെ പാരമ്പര്യവും സംസ്കാരവും പൈതൃകവും നമ്മൾ അഭിമാനത്തോടു കൂടി ഉയർത്തിപ്പിടിക്കണം. ആ അഭിമാനത്തോടു കൂടി ഉയർത്തിപ്പിടിക്കേണ്ടതിന്റെ കടക്കൽ കത്തിവെച്ചാണ് മുസ്ലിം ലീഗ് രംഗത്തെത്തിയത്. അതിനെതിരെയാണ് കൃത്യമായിട്ട് ചോദിക്കുന്നത്, 63 ആണോ വലുത്, 22 ആണോ വലുത് എന്നുള്ളത് VD സതീശൻ വരും കാലത്ത് കൃത്യമായിട്ട് തെളിയിക്കണം. ഒരു തർക്കവും വേണ്ട. UDF-ന്റെ അവസ്ഥയിൽ 22 ആണ് വലുത് എന്നുള്ളതാണ് വലിയ യാഥാർത്ഥ്യം. സകല മലയാളികളും തിരിച്ചറിയാ. വളരെ വ്യക്തമായിട്ട് BB ഗോപകുമാർ വരികൾ ചൊല്ലിക്കൊണ്ട് ഇതിലെന്താണ് പ്രശ്നമെന്ന് ചോദിക്കുന്നു. അതാണ് ഇവിടുത്തെ മുസ്ലിം ലീഗുകാരോട്, ഇവിടെയുള്ള ബോധമുള്ള ഓരോ മുസൽമാനും, ഓരോ ക്രിസ്ത്യാനിക്കും, ഓരോ ഹിന്ദുവിനും, ഈ രാജ്യത്തോട് കൂറുള്ള എല്ലാ ആളുകൾക്കും ഈ മതവർഗീയ പാർട്ടിയായിട്ടുള്ള മുസ്ലിം ലീഗ് എന്തിനാണ് വന്ദേ മാതരത്തെ പൂർണ്ണമായിട്ട് ആലപിക്കാൻ അനുവദിക്കാത്തത്? ആ ചോദ്യം ഇനി നിരന്തരം സഭയിലാണ് ഉയരുന്നത്, രേഖയായിക്കൊണ്ടിരിക്കുക. സഭയിൽ എന്ത് ചോദിച്ചാലും അത് രേഖയായിക്കൊണ്ടിരിക്കുന്നു. സഭയിലും ലീഗിന്റെ നിലപാടിനെ എടുത്തിട്ട് അലക്കാൻ BJP MLA-മാർ സജ്ജമാണ് എന്നുള്ളതും സകല ആളുകളും തിരിച്ചറിയുക. മറ്റൊരു ഭാഗം കൂടി ഞാൻ ഇവിടെ കൊടുക്കാം. മലയാളക്കരെ ഒന്നടങ്കം സകല, അതായത് UDF ജയിച്ചു കയറാൻ പോലും വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമായിട്ടുള്ള ഒരു പാട്ടുമായി ബന്ധപ്പെട്ടോ BB ഗോപകുമാർ ആഞ്ഞടിച്ച് രംഗത്തെത്തുന്നുണ്ട്. നിങ്ങൾ ആ ഭാഗം ഒന്ന് കേട്ടു നോക്കൂ. കഴിഞ്ഞ ഗവൺമെന്റ് കാലഘട്ടത്തിൽ ഇപ്പോൾ ഭരണകക്ഷിയായിട്ടിരിക്കുന്നവർ ഈ നിയമസഭയ്ക്കകത്തും ലോകസഭയ്ക്ക് മുന്നിലും വിളിച്ച ഒരു മുദ്രാവാക്യം, ഒരു പാട്ടുണ്ട്. സ്വർണം കട്ടവൻ ആരപ്പ, സഖാക്കളാണേ അയ്യപ്പ. വളരെ വ്യാപകമായി ഈ ഇരിക്കുന്ന നിയമസഭാ സാമാജികർ അടക്കം പാടിയിട്ടുള്ളതാണ്. പക്ഷേ ഒരു നയപ്രഖ്യാപന പ്രസംഗം അവതരിപ്പിക്കപ്പെട്ടപ്പോൾ എന്താണോ പ്രതിപക്ഷത്തിരുന്നപ്പോൾ അവർ ഉന്നയിക്കപ്പെട്ടത്,
അത് ഭരണകക്ഷിയായി മാറിയപ്പോൾ അതിനെ സംബന്ധിച്ച് ഒരു നിലപാടും, കേരളം കണ്ട ഏറ്റവും വലിയ കൊള്ള, കേരളത്തിലെ ഭക്തജനങ്ങളുടെ മനസ്സിനെ വേദനിപ്പിച്ച ആ സംഭവത്തെ സംബന്ധിച്ച് ഒരു വാചകം ആ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഇല്ല എന്നുള്ളത് ഏറെ ശ്രദ്ധിക്കപ്പെടേണ്ടതാണ്. കാലാകാലങ്ങളായി രണ്ടുപേരും ഒരേ മനസ്സോടുകൂടി പ്രവർത്തിക്കുന്നവരാണ്. ആരോപണ പ്രത്യാരോപണങ്ങൾ നടത്തും, പക്ഷേ തെളിയിക്കാനുള്ള ഭരണപരമായ ഉത്തരവാദിത്വം ഇവിടെയും കാണിക്കുന്നില്ല എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. നീളകേട്ടിൽ എത്ര സുന്ദരമായിട്ടാണ് ഇടതും വലതും ഒരുമിച്ചൊറ്റക്കെട്ടായിട്ടാണ് അവർ മുന്നോട്ട് പോകുന്നത്. പക്ഷെ ഭരണമൊക്കെ കിട്ടാൻ പല ആരോപണങ്ങളും ഉന്നയിക്കൂ. ഓരോ മലയാളിയും ഒന്ന് ചിന്തിച്ചു, ആ പാട്ട് എത്ര വളരെ വലിയ രീതിയിൽ സ്വർണം കട്ടത് ആരപ്പായെന്ന ആ ഒരു പാട്ട് എത്രത്തോളം പാടിയിട്ട് ഇവിടെയുള്ള ഭക്തരെ വഞ്ചിച്ചുകൊണ്ടല്ലേ യഥാർത്ഥത്തിൽ ഇപ്പൊ UDF അധികാരത്തിലിരിക്കുന്നത്. ഈ നയപ്രഖ്യാപന പ്രസംഗത്തില് ആ കൊള്ളക്കെതിരെ എന്ത് നടപടി എടുക്കുമെന്ന് UDF ഇതുവരെ ഒരു അക്ഷരം പറയുന്നില്ല. UDF അധികാരത്തിലേക്ക് എത്താനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ആ ഒരു പാട്ടുമായി ബന്ധപ്പെട്ടാണ്, ശബരിമലയിലെ സ്വർണ്ണ കൊള്ളയുമായി ബന്ധപ്പെട്ടാണ്. അതിനെതിരെ എന്ത് നടപടിയാണ് UDF എടുക്കുക എന്നുള്ള വ്യക്തമായ ചോദ്യം BB ഗോപകുമാർ ഉന്നയിച്ചിരുന്നു. BJP MLA-മാർ സഭയിലില്ലായിരുന്നെങ്കിൽ ഇത് ഇടതും മിണ്ടില്ലായിരുന്നു, ഭരിക്കുന്ന UDF മിണ്ടില്ലായിരുന്നു. ഇത് മാത്രാണോ? CMRL-മായി ബന്ധപ്പെട്ട്, കരിമണൽ കർത്തയുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ട് BB ഗോപകുമാർ ആഞ്ഞടിക്കുന്നുണ്ട്. കള്ളന്മാര് UDF-ലുമുണ്ട്, വളരെ വ്യക്തമായിട്ട് സകല മലയാളികൾ തിരിച്ചറിയാം. വീണ വിജയൻ മാത്രമല്ല, ഇത് UDF നേതാക്കളും പണം വാങ്ങിയിട്ടുണ്ട് എന്ന് മുഖ്യമന്ത്രി തന്നെ സമ്മതിച്ചതാ. ആ കൊള്ളക്കും UDF-ഉം LDF-ഉം ഒരുപോലെ ഇവിടെ രംഗത്തുണ്ട് എന്നുള്ളതും സഭയിൽ BB ഗോപകുമാർ കൃത്യമായിട്ട് പറയുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം കൂടെ BB ഗോപകുമാർ മുന്നോട്ട് വെക്കുന്നുണ്ട്. മോദി ഗ്യാരണ്ടി എന്നുള്ളത് പോലും കോപ്പി അടിച്ച ആ ഒരു വിഷയത്തെ നിങ്ങളൊന്ന് കേട്ടോക്കൂ. ഇവിടെ ഇപ്പോ ആരാധനായ ഭാരതത്തിന്റെ പ്രധാനമന്ത്രി അദ്ദേഹം ചില പദ്ധതികൾ പ്രഖ്യാപിച്ചപ്പോൾ പറഞ്ഞു ഇത് മോഡിയുടെ ഗ്യാരണ്ടിയാണ്. ഇപ്പോൾ കേരളത്തിലെ നയപ്രഖ്യാപന പ്രസംഗത്തിലും ചില ഗ്യാരണ്ടികൾ പറയുന്നത് നല്ലത് തന്നെയാണ്. കേന്ദ്ര ആവിഷ്കൃത പദ്ധതികൾ സമയബന്ധിതമായി നടപ്പിലാക്കുന്നത് നല്ലത് തന്നെയാണ്. ആയുഷ്മാൻ ഭാരത് 5 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പദ്ധതിയാ. ഇപ്പോൾ അത് പുതിയ മുൻ മുഖ്യമന്ത്രിയുടെ പേര് പറഞ്ഞ് മറ്റൊരു തുക ഉയർത്തിക്കൊണ്ട് പറയുന്നു. ഇവിടെ യുവാക്കൾക്ക് മുദ്രാ ലോൺ പ്രകാരം 6 ലക്ഷം രൂപ വരെ ഈടില്ലാതെ വായ്പ നൽകുന്നുണ്ട്. അപ്പോഴാണ് യുവാക്കളെ വഞ്ചിക്കാൻ 5 ലക്ഷം രൂപ ഇവിടെ വായ്പ കൊടുക്കും എന്നതടക്കം ഏത് കാര്യം നോക്കിയാലും ഇവർക്ക് ഒറ്റ അജണ്ടയുള്ളൂ. ബഹുമാനപ്പെട്ട അംഗം പ്ലീസ് കൺക്ലൂഡ്. സമയം അതുകൊണ്ട് തന്നെ നീളകേട്ടിലെ പരമാവധി വെറും 3 MLA-മാർ മാത്രമുള്ള BJP-യുടെ ഒരു പ്രതിനിധിയെ സംസാരിക്കാൻ പോലും പരമാവധി സമ്മതിക്കാതിരിക്കുന്നുണ്ട്, പരമാവധി എതിർക്കുന്നുണ്ട്. കൃത്യമായിട്ട് മോദി ഗ്യാരണ്ടിയൊക്കെ കളിയാക്കിയിരുന്ന UDF ഇപ്പോ ഉമ്മൻചാണ്ടി ഗ്യാരണ്ടി, ഇന്ദിരാഗാന്ധി ഗ്യാരണ്ടി, ഇതൊക്കെയാണ് ഇപ്പോ UDF ഉയർത്തിപ്പിടിക്കുന്നത്. മോദി പറയുന്നത് മോദി ചെയ്യുന്നതൊക്കെ പ്രശ്നമാണോ എന്ന് പറയുന്ന UDF ഇപ്പൊ ജനങ്ങൾക്കിടയിൽ ഒരു സ്വാധീനം ഉണ്ടാക്കാൻ മോദിയെ കോപ്പി അടിക്കുന്നു എന്ന വിഷയവും കൃത്യമായിട്ട് BB ഗോപകുമാർ എടുത്തുയർത്തിയിരിക്കുന്നു. കേന്ദ്ര സർക്കാരിന്റെ പല പദ്ധതികളും അതിന്റെ പകുതി പോലും കൊടുക്കാതെ പരസ്യമൊക്കെ കൊടുത്ത് കബളിപ്പിക്കാനുമാണ് UDF ശ്രമിക്കുന്നത് എന്നത് ഉൾപ്പെടെ നയപ്രഖ്യാപന പ്രസംഗത്തെ ശക്തമായിട്ട് എതിർത്തുകൊണ്ട് BB ഗോപകുമാർ ആഞ്ഞടിച്ചിരിക്കുന്നു. ഇതിപ്പോ BJP MLA-മാര് സഭയിലുള്ളത് കൊണ്ട് പണ്ടത്തേതുപോലെ UDF-നും LDF-നും ഒരുമിച്ചൊറ്റക്കെട്ടായിട്ട് കട്ടുപിടിക്കല് നടക്കുന്നില്ല. അവരുടെ തട്ടിപ്പുകളൊന്നും ഇനി നടക്കില്ല എന്നുള്ളതും സകല മലയാളികളും തിരിച്ചറിയുക.